ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ജനറൽ ഇക്വിലിബ്രിയം എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പാർഷ്യൽ ഇക്വിലിബ്രിയം പറഞ്ഞു, ജനറൽ ഇക്വിലിബ്രിയം ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസ്, വാൾറാസിയൻ തിയറി പറഞ്ഞു, 2x2 മോഡൽ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നു. ജനറൽ ഇക്വിലിബ്രിയത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എക്സിസ്റ്റൻസ്, യുണീക്നെസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ജനറൽ ഇക്വിലിബ്രിയം. എക്സിസ്റ്റൻസ്, യുണീക്നെസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ജനറൽ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ 2x2 മോഡലൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ? അവിടെ എന്താണ്, ഒരു യുണീക്നെസ് ഉണ്ടാകില്ല, അതായത് യുണീക്കായിട്ടുള്ളൊരു പോയിന്റ് അല്ല എന്ന് പറഞ്ഞു. ആ കോൺട്രാക്ട് കർവിൽ എവിടെ അല്ല ഏത് പോയിന്റ് വേണമെങ്കിലും നമ്മളൊരു സ്പെസിഫൈഡ് ആയിട്ട് രണ്ട് പോയിന്റ്സ് പറഞ്ഞിട്ട് അതിനകത്ത് എവിടെ വേണമെങ്കിലും വരാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ജനറൽ ഇക്വിലിബ്രിയത്തിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച്, യുണീക്നെസ്, അതുപോലെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. നോക്കുക, ഇൻ കണക്ഷൻ വിത്ത് ജനറൽ ഇക്വിലിബ്രിയം 3 ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് അറൈസ്. അപ്പോൾ ജനറൽ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ദീസ് ആർ ദ പ്രോബ്ലംസ് ഓഫ് എക്സിസ്റ്റൻസ്, യുണീക്നെസ് ആൻഡ് സ്റ്റെബിലിറ്റി. അത് ഏതൊക്കെ പ്രശ്നങ്ങളാണ്? ദീസ് ആർ ദ പ്രോബ്ലംസ് ഓഫ് ഏതൊക്കെ പ്രശ്നങ്ങളാണ്? ദീസ് ആർ ദ പ്രോബ്ലംസ് ഓഫ് എക്സിസ്റ്റൻസ്. അപ്പോൾ ഏതുമായി ബന്ധപ്പെട്ട്? ജനറൽ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് 3 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് ഏതൊക്കെയാണ്? എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട്, യുണീക്നെസ്സുമായി ബന്ധപ്പെട്ട്, സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ ആണല്ലോ. അതിനെ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് എക്സിസ്റ്റൻസ്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, ഡസ് എ സെറ്റ് ഓഫ് പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റീസ് എക്സിസ്റ്റ് ദാറ്റ് ക്യാൻ ക്ലിയർ ഓൾ മാർക്കറ്റ് സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ അത് പ്രധാനപ്പെട്ട അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ എക്സിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡസ് എ സെറ്റ് ഓഫ് പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റീസ്, അതായത് ഒരു സെറ്റ് ഓഫ് പ്രൈസസും ക്വാണ്ടിറ്റീസും ഉണ്ടോ? എങ്ങനെയുള്ളതാണ്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, നിലനിൽക്കുന്നുണ്ടോ, അല്ലേ? അതായത് ഡസ് എ സെറ്റ് ഓഫ് പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ക്ലിയർ ഓൾ മാർക്കറ്റ് സൈമിൾട്ടേനിയസ്ലി. അതായത് എല്ലാ മാർക്കറ്റും സൈമിൾട്ടേനിയസ് ആയിട്ട് ഇക്വിലിബ്രിയത്തിലാകുന്നതാണ് ജനറൽ ഇക്വിലിബ്രിയം, അല്ലേ? നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ എല്ലാ മാർക്കറ്റിനെയും സൈമിൾട്ടേനിയസ് ആയിട്ട് ഇക്വിലിബ്രിയത്തിലാക്കാൻ കഴിയുന്ന തരത്തിൽ, അതായത് മാർക്കറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, മാർക്കറ്റ് ക്ലിയറിംഗ് എന്ന് വെച്ചാൽ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ. അപ്പോൾ എല്ലാ മാർക്കറ്റിനെയും ഒരേ സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രൈസും അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രൈസസും ക്വാണ്ടിറ്റീസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതാണ് എക്സിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ജനറൽ ഇക്വിലിബ്രിയത്തിലേക്ക് കടക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ജനറൽ ഇക്വിലിബ്രിയം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ എക്സിസ്റ്റൻസ് എന്ന ക്വസ്റ്റ്യൻ എന്താണ് അഡ്രസ് ചെയ്യുന്നത്? ആ ഒരു പ്രോബ്ലം എന്താണ് അഡ്രസ് ചെയ്യുന്നത്? ഡസ് എ സെറ്റ് ഓഫ് പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റീസ് എക്സിസ്റ്റ് ദാറ്റ് ക്യാൻ ക്ലിയർ ഓൾ മാർക്കറ്റ് സൈമിൾട്ടേനിയസ്ലി, ദാറ്റ് മീൻസ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ. അപ്പോൾ എല്ലാ മാർക്കറ്റിനെയും സൈമിൾട്ടേനിയസ് ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ സെറ്റ് ഓഫ് പ്രൈസസും ക്വാണ്ടിറ്റീസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലേ? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നതാണ് ഈ പ്രശ്നം. ഇനി അങ്ങനെ എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിലോ, വിത്തൗട്ട് എക്സിസ്റ്റൻസ്, അങ്ങനെ എല്ലാ മാർക്കറ്റിനെയും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു സെറ്റ് ഓഫ് പ്രൈസസും അതുപോലെ ക്വാണ്ടിറ്റിയും എക്സിസ്റ്റ് ചെയ്തില്ല എങ്കിൽ, ആ എക്സിസ്റ്റൻസ് ഇല്ല എങ്കിൽ, ജനറൽ ഇക്വിലിബ്രിയം മോഡൽ ഡിസ്ക്രൈബ്സ് ആൻ ഇമ്പോസിബിൾ സിനാരിയോ മേക്കിംഗ് ഇറ്റ് തിയറിറ്റിക്കലി ഇറലവന്റ്. അപ്പോൾ എന്താണ്? അങ്ങനെ നിലനിന്നില്ല, ആ എക്സിസ്റ്റൻസ് ഇല്ല, അങ്ങനെ എല്ലാ മാർക്കറ്റിനെയും ക്ലിയർ ചെയ്യുന്ന തരത്തിൽ സെറ്റ് ഓഫ് പ്രൈസസും ക്വാണ്ടിറ്റീസും ഇല്ല എങ്കിൽ ജനറൽ ഇക്വിലിബ്രിയം മോഡൽ വിശദീകരിക്കുന്നു എന്ത്? ആൻ ഇമ്പോസിബിൾ സിനാരിയോ. അതൊരു ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ഇമ്പോസിബിൾ സിനാരിയോ ആയിരിക്കും, അസാധ്യമായിട്ടുള്ള കാര്യമായിരിക്കും. മേക്കിംഗ് ഇറ്റ് തിയറിറ്റിക്കലി ഇറലവന്റ്, അത് തിയറിറ്റിക്കലി എന്തായിരിക്കും? ഇറലവന്റ്, അപ്രധാനമായിരിക്കും. കാര്യം അങ്ങനെ നിലനിന്നാൽ മാത്രമേ എക്സിസ്റ്റൻസ്, മാർക്കറ്റ് എല്ലാ മാർക്കറ്റിനെയും ക്ലിയർ ചെയ്യുന്ന തരത്തിൽ ഒരു സെറ്റ് ഓഫ് പ്രൈസസും ക്വാണ്ടിറ്റിയും എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ജനറൽ ഇക്വിലിബ്രിയത്തിൽ എത്താൻ പറ്റൂ. ഇല്ല എങ്കിൽ അതൊരു ഇമ്പോസിബിൾ സിനാരിയോ ആയിരിക്കും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ക്ലിയർ ആണല്ലോ. ആണ് നമ്മൾ നോക്കുന്നത് എന്താണ് യുണീക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, ഇഫ് ആൻ ഇക്വിലിബ്രിയം എക്സിസ്റ്റ്, നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നു. കാരണം എല്ലാ മാർക്കറ്റിനെയും ക്ലിയർ ചെയ്യുന്ന തരത്തിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. സെറ്റ് ഓഫ് പ്രൈസസും ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് ദ ഓൺലി വൺ? അത് ഒരേ ഒരു പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സെറ്റ് ആണോ? അതോ ഒന്നിലധികം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സെറ്റുകൾ ഉണ്ടോ? ഈ മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്ന തരത്തിൽ, ജനറൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുന്ന തരത്തിൽ ഒന്നിലധികം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സെറ്റുകൾ ഉണ്ടോ? അതോ ഇറ്റ് ഈസ് ദ ഓൺലി വൺ? എല്ലാ മാർക്കറ്റിനെയും ക്ലിയർ ചെയ്യുന്ന അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് മാർക്കറ്റിനെ എത്തിക്കുന്ന തരത്തിൽ, ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ജനറൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന തരത്തിൽ ഒരേ ഒരു പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സെറ്റ് മാത്രമാണോ ഉള്ളത്? അതാണ് ചോദ്യം. അപ്പോൾ
ഇഫ് ആൻ ഇക്വിലിബ്രിയം എക്സിസ്റ്റ്, നമ്മൾ പറഞ്ഞില്ലേ എക്സിസ്റ്റൻസ് ഉണ്ട്, ആ എക്സിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ഈസ് ഇറ്റ് ദ ഓൺലി വൺ? ഒരേ ഒരു പ്രൈസ് അല്ലെ, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സെറ്റ് ആണോ, അല്ലെങ്കിൽ ഒരേ ഒരു പ്രൈസും ക്വാണ്ടിറ്റിയും ആണോ അത്? ഓർ there are multiple price or quantity combination, അതോ മൾട്ടിപ്പിൾ ഒന്നിലധികം പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷൻസ് ഉണ്ടോ? ദാറ്റ് സാറ്റിസ്ഫൈ ദ ക്ലിയറിംഗ് കണ്ടീഷൻസ്. എന്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന? ക്ലിയറിംഗ് കണ്ടീഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് ഡിമാൻഡിനെയും സപ്ലൈയും ഈക്വൽ ആക്കുന്ന ഒന്നിലധികം മൾട്ടിപ്പിൾ അല്ലെ, ഒന്നിലധികം എന്തുണ്ടോ? പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷൻസ് ഉണ്ടോ? പ്രൈസ് ക്വാണ്ടിറ്റി സെറ്റ് ഉണ്ടോ എന്നാണ് ചോദ്യം. അതോ ഒരേ ഒരു പ്രൈസ് സെറ്റേ ഉള്ളൂ? അപ്പോൾ ഒരേ ഒരു പ്രൈസ് ക്വാണ്ടിറ്റി സെറ്റേ ഉള്ളെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? ആ ജനറൽ ഇക്വിലിബ്രിയം യുണീക്ക് ആണ് എന്ന് പറയാം. പക്ഷേ ഈ 2x2 മോഡൽ നമ്മൾ പഠിച്ചെന്താണ്? യുണീക്ക് ആണോ? അല്ല, അവിടെ ഒന്നിലധികം പോയിന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും അബ്സല്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എക്സാക്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അവിടെ നമ്മൾ ലാസ്റ്റ് കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞത്. പക്ഷേ അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ എന്താണ്? ഇഫ് ആൻ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ഈസ് ഇറ്റ് ദ ഓൺലി വൺ അല്ലേ, ഓർ there are multiple price or quantity combination that is satisfy clearing conditions. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ? ഇനി in other words, uniqueness implies predictable outcomes. അപ്പൊ യുണീക്നെസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന? predictable outcomes ആണ്, നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഔട്ട്കംസ് ആണ് അല്ലെ. മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയ സജസ്റ്റ് ആംബിഗിറ്റി, മേക്കിംഗ് പോളിസി ഹാർഡർ ടു ഡിസൈൻ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇൻ അതർ വേർഡ്സ്, യുണീക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രഡിക്റ്റബിൾ ഔട്ട്കംസ് ആണ് യുണീക്നെസ്. കാര്യം ഒരേ ഒരു ഇപ്പോൾ മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്ന തരത്തിൽ, സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന തരത്തിൽ യുണീക്ക് ആയിട്ടുള്ള അല്ലേ ഏതെങ്കിലും ഒരേ ഒരു പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷൻ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്താണ്? പ്രഡിക്റ്റബിൾ ഔട്ട്കംസ് ആണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്നുണ്ടാകുന്ന ആ ഇക്വിലിബ്രിയത്തിൽ നിന്നുണ്ടാകുന്ന ഔട്ട്കംസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരേ ഒരു പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലൂടെ ഉണ്ടാകുന്ന ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രഡിക്റ്റബിൾ ഔട്ട്കംസ് ആണ്. പക്ഷേ എന്താ? മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയം ഉണ്ടെങ്കിലോ, ഇങ്ങനെ ഒന്നിലധികം പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ ഒരു ആംബിഗിറ്റി ഉണ്ടാക്കും, മീൻസ് അവ്യക്തത ഉണ്ടാക്കും. നമുക്ക് ഔട്ട്കംസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആംബിഗിറ്റി ഉണ്ടാക്കും. കാര്യം ഇപ്പോൾ ഒരു ജനറൽ ഇക്വിലിബ്രിയത്തിലെത്തി, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണ്? കുറച്ച് പീരീഡ് കഴിയുമ്പോൾ എന്താ? ജനറൽ ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരാം. അപ്പോൾ അങ്ങനെ മാറ്റം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന, അടിക്കടി ഇങ്ങനെ ജനറൽ ഇക്വിലിബ്രിയത്തിൽ മാറ്റം വന്നുകൊണ്ടിരുന്നാൽ നമുക്കൊരു ആംബിഗിറ്റി, അവ്യക്തത ഉണ്ടാകും. മേക്കിംഗ് പോളിസി ഹാർഡർ ടു ഡിസൈൻ. നമുക്ക് അത് വെച്ച് പോളിസി ഡിസൈൻ ഒന്നും നടത്താൻ പറ്റില്ല, എക്കണോമിക് പോളിസീസ് ഒന്നും മേക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയ ആണെങ്കിൽ. അപ്പോൾ യുണീക്ക്നെസ് ആണ് വേണ്ടത്. ജനറൽ ഇക്വിലിബ്രിയത്തിൽ യുണീക്ക്നെസ് ഉണ്ടാകണം. അപ്പോൾ ആ യുണീക്ക്നെസ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഏതിൻ്റെ? ജനറൽ ഇക്വിലിബ്രിയത്തിൻ്റെ, അല്ലെങ്കിൽ ജനറൽ ഇക്വിലിബ്രിയം അഡ്രസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് എക്സിസ്റ്റൻസിനോടൊപ്പം യുണീക്ക്നെസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത മൂന്നാമത്തെ പ്രോബ്ലം ഇതാണ്, സ്റ്റെബിലിറ്റി, സ്ഥിരത, സ്റ്റെബിലിറ്റി. എന്താ സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇഫ് ദ മാർക്കറ്റ് ഈസ് ഡിസ്റ്റർബ്ഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ജനറൽ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്ന തരത്തിൽ എല്ലാ മാർക്കറ്റും സൈമിൾട്ടേനിയസ് ആയിട്ട് ക്ലിയർ ചെയ്യുന്ന തരത്തിൽ ഒരു പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷൻ ഉണ്ട്. അത് യുണീക്ക് ആണെന്ന് കരുതുക അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ ആ സമയത്ത് എന്ത്? ഇഫ് ദ മാർക്കറ്റ് ഡിസ്റ്റർബ്ഡ്. മാർക്കറ്റ് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഇക്കോണമിയിൽ അല്ലെങ്കിൽ ആ ഇക്വിലിബ്രിയത്തിൽ എന്തുണ്ടാകും? ഡിസ്റ്റർബൻസസ് ഉണ്ടാകും, ഷോക്സ് ഉണ്ടാകും അല്ലേ. എക്സ്റ്റേണൽ ഷോക്ക് ഉണ്ടാകാം, ഇന്റേണൽ ഷോക്ക് ഉണ്ടാകാം. അപ്പോൾ ഇഫ് ദ മാർക്കറ്റ് ഈസ് ഡിസ്റ്റർബ്ഡ്, ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന മാർക്കറ്റിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ, ഡസ് ഇറ്റ് ഹാവ് ആൻ ഇൻഹറന്റ് ടെൻഡൻസി. അവിടെ എന്ത്? ഡസ് ഇറ്റ് ഹാവ് ഉണ്ടാകുന്നുണ്ടോ? ഇത് ഇൻഹറന്റ് ടെൻഡൻസി അല്ലെ, സ്വാഭാവികമായൊരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ടോ? എന്തിന്? ടു മൂവ് ബാക്ക് ടുവേഴ്സ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. എന്തിലേക്ക് തിരിച്ചു പോകാൻ? ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ഒരു ഇൻഹറന്റ് ടെൻഡൻസി ഉണ്ടാകുന്നുണ്ടോ? ഓർ ഡസ് ഇറ്റ് ഡ്രിഫ്റ്റ് അവേ? അതോ അത് ഡ്രിഫ്റ്റ് അവേ, മാറിപ്പോവുകയാണോ ചെയ്യുന്നത്? അപ്പോൾ നമ്മളൊരു ഇക്വിലിബ്രിയത്തിൽ നിലനിൽക്കുകയാണെന്ന് വരിക, ഒരു ജനറൽ ഇക്വിലിബ്രിയത്തിൽ നിലനിൽക്കുകയാണ്, എല്ലാ മാർക്കറ്റും ക്ലിയർ ചെയ്യപ്പെട്ട ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ ഇക്വിലിബ്രിയം പോയിന്റിൽ നിൽക്കുമ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അല്ലേ, മാർക്കറ്റിൽ ഇപ്പോൾ എക്സസ് ഡിമാൻഡോ എക്സസ് സപ്ലൈ ഒക്കെ വരാം അല്ലേ, അതാണ് ഡിസ്റ്റർബൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എക്സസ് ഡിമാൻഡോ എക്സസ് സപ്ലൈ ഒക്കെ വന്ന ആ ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ, ഡസ് ഇറ്റ് ഹാവ് ആൻ ഇൻഹറന്റ് ടെൻഡൻസി? അവിടെ ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകും, ഒരു സ്വാഭാവികമായ ഒരു ടെൻഡൻസി ഉണ്ടാകുമോ? എന്തിന്? ടു മൂവ് ബാക്ക് ടുവേഴ്സ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. എന്തിലേക്ക്? ആ ഒരു ഡിസ്റ്റർബൻസിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പഴയ ഇക്വിലിബ്രിയത്തിലേക്ക് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുമോ? ഓർ ഡസ് ഇറ്റ് ഡ്രിഫ്റ്റ് അവേ? അതോ മാറി വേറെ ഏതെങ്കിലും ഒരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് പോകുമോ? ഡ്രിഫ്റ്റ് അവേ, അതിൽ നിന്ന് അകന്നു പോകുമോ എന്നതാണ് സ്റ്റെബിലിറ്റി. അതോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നിലവിലുള്ള ഇക്വിലിബ്രിയം പോയിന്റ് സ്റ്റേബിൾ ആയിരിക്കുമോ എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? കാര്യം ഒരു എക്സ്റ്റേണൽ ഷോക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ ഒക്കെ വരുമ്പോൾ ഇക്വിലിബ്രിയത്തിൽ വ്യത്യാസം ഉണ്ടാകും, പ്രൈസിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ആ വ്യത്യാസം വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ച് അതേ സ്ഥാനത്തേക്ക് തന്നെ വരുമോ? അങ്ങനെ അതേ സ്ഥാനത്തേക്ക് തന്നെ വന്നാൽ അതിനെന്തുണ്ട്? സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയാം. അതോ
ഓർ ഡസ് ഇറ്റ് ഡ്രിഫ്റ്റ് അവേ, അതോ ഇത് അകന്നു പോകുമോ എന്നതാണ് സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? എക്സിസ്റ്റൻസ്, യുണീക്ക്നെസ് ആൻഡ് സ്റ്റെബിലിറ്റി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ആ എക്സിസ്റ്റൻസിന് കണ്ടീഷൻസ് ഉണ്ട്. എക്സിസ്റ്റൻസ് ഇപ്പോൾ ജനറൽ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. നോക്കാം നമുക്ക് എന്താണെന്ന്. ഇൻ ദ 1950s 1950കളിൽ കെന്നത്ത് ആരോ ആൻഡ് ജെറാൾഡ് ഡിബ്രൂ പ്രൂവ്ഡ്, രണ്ട് ഇക്കോണമിസ്റ്റുകളാണ്. 1950കളിൽ കെന്നത്ത് ആരോ ആൻഡ് ജെറാൾഡ് ഡിബ്രൂ പ്രൂവ്ഡ് എക്സിസ്റ്റൻസ് യൂസിങ് ഹൈ ലെവൽ മാത്തമാറ്റിക്സ്. ദാറ്റ് മീൻസ് കാക്കുറ്റാനീസ് ഫിക്സഡ് പോയിന്റ് തിയറം. നമ്മൾ ഫിക്സഡ് പോയിന്റ് തിയറം നമുക്ക് ഇതിന്റെ പിറകെ പഠിക്കാനുണ്ട്. കാക്കുറ്റാനീസിന്റെ പഠിക്കാനില്ല, പിന്നെ ബ്രോവറുടെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇൻ 1950s 1960കൾ രണ്ട് ഇക്കോണമിസ്റ്റുകളായ കെന്നത്ത് ആരോയും ജെറാൾഡ് ഡിബ്രൂവും പ്രൂവ്ഡ് എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്ത്. എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതായത് ജനറൽ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത്, ജനറൽ ഇക്വിലിബ്രിയത്തിൽ മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്ന പ്രൈസും അതുപോലെ പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് 1950കളിൽ കെന്നത്ത് ആരോയും ഡിബ്രൂവും പ്രൂവ് ചെയ്തു. എന്തുപയോഗിച്ചുകൊണ്ടാണ്? യൂസിങ് ഹൈ ലെവൽ മാത്തമാറ്റിക്സ്. ഹൈ ലെവൽ മാത്ത് എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിനകത്ത് അപ്ലൈ ചെയ്തു, മാത്സ് അപ്ലൈ ചെയ്തുകൊണ്ട്. എന്ന് പറഞ്ഞാൽ അത് അവർ ഏതാണ് ഉപയോഗിച്ചത്? ഈ കെന്നത്ത് ആരോയും ജെറാൾഡ് ഡിബ്രൂവും ഈ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ, ജനറൽ ഇക്വിലിബ്രിയത്തിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാനായിട്ട് അവരെന്തുപയോഗിച്ചു? ഹൈ ലെവൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചു. ദാറ്റ് മീൻസ് അവരൊരു തിയറിയാണ് ഉപയോഗിച്ചത്. ഏത് തിയറിയാണത്? കാക്കുറ്റാനീസ് ഫിക്സഡ് പോയിന്റ് തിയറം. ഫിക്സഡ് പോയിന്റ് തിയറംസ് വേറെ ഉണ്ട്, നമ്മൾ ഫിക്സഡ് പോയിന്റ് തിയറിന്റെ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഈ കാക്കുറ്റാനീസ് ഫിക്സഡ് പോയിന്റ് തിയറം, കാക്കുറ്റാനി എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റിന്റെ ഒരു ഫിക്സഡ് പോയിന്റ് തിയറം, ആ ഒരു തിയറത്തിന്റെ പേരാണ്, തിയറിയുടെ പേരാണ്. അതിനകത്ത് എന്ത്, ഈ എക്സിസ്റ്റൻസ് എങ്ങനെയാണ് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാക്കുറ്റാനീസ് ഫിക്സഡ് പോയിന്റ് തിയറം യൂസ് ചെയ്തുകൊണ്ട് കെന്നത്ത് ആരോയും ജെറാൾഡ് ഡിബ്രൂവും എന്ത് ചെയ്യുന്നു? 1950കളിൽ ഈ എക്സിസ്റ്റൻസിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കുക, അവർ പറഞ്ഞ കണ്ടീഷൻസ് നോക്കാം. കീ കണ്ടീഷൻസ് ഫോർ എക്സിസ്റ്റൻസ്. അവർ പറഞ്ഞ കീ കണ്ടീഷൻസ് എക്സിസ്റ്റൻസ്, അതായത് ജനറൽ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കീ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, കോൺവെക്സിറ്റി. ഒന്നുണ്ടാകണം, കോൺവെക്സിറ്റി ഉണ്ടാകണം, അല്ലേ? പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അപ്പൊ ജനറൽ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? കോൺവെക്സിറ്റി ഉണ്ടാകണം. നോക്കാം നമുക്ക്. നോക്ക്, ഹൗസ് ഹോൾഡ്സ് ഹാവ് വെൽ ബിഹേവ്ഡ് പ്രിഫറൻസസ്. ഹൗസ് ഹോൾഡ്സ്, സാധാരണക്കാർക്ക് എന്ത് വേണം? വെൽ ബിഹേവ്ഡ് പ്രിഫറൻസസ്. അവർക്ക് വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള പ്രിഫറൻസ് ഉണ്ടാകണം. ദാറ്റ് മീൻസ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മുടെയൊക്കെ പ്രത്യേകത അതല്ലേ? ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ഷേപ്പിലായിരിക്കണം. ഇൻഡിഫറൻസ് കർവ്, അതാണ് കോൺവെക്സിറ്റി. മനസ്സിലായല്ലോ കോൺവെക്സിറ്റി എന്ന് പറയുന്നത്? കാരണം നമ്മൾ രണ്ട് ഗുഡ്സ് ഉപയോഗിക്കുമ്പോൾ ഒന്നിന്റെ അളവ് കൂട്ടുമ്പോൾ മറ്റൊന്നിന്റെ അളവ് കുറയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ അവിടെ എന്താണ്? ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെ? ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നു, അതാണ് കോൺവെക്സിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മളെ ഇൻഡിഫറൻസ്, നമ്മുടെ സാറ്റിസ്ഫാക്ഷന്റെ കർവ് എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പ് അല്ലേ? ഇൻഡിഫറൻസ് കർവ്, അതാണ് കോൺവെക്സിറ്റി. അപ്പോൾ കോൺവെക്സിറ്റി ഉണ്ടാകണം. ആരെ സംബന്ധിച്ച്? ഹൗസ് ഹോൾഡ്സിനെ സംബന്ധിച്ച്. അതാണ് അവരുടെ പ്രിഫറൻസ്, മീൻസ് അവരുടെ യൂട്ടിലിറ്റി, അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കണം? കോൺവെക്സ് ആയിരിക്കണം. ആൻഡ് ഫേംസ് ഹാവ്, ഇനി ഫേംസിന്റെ കാര്യം എന്താണ്? നോൺ ഡിക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ. അവരുടെ ഫേംസിന് എന്തായിരിക്കണം? നോൺ ഡിക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ ആയിരിക്കണം. നോൺ ഡിക്രീസിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം 3 റിട്ടേൺസ് സ്കെയിൽ ആണുള്ളത്. ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ, അതുപോലെ എന്താ ഡിമിനിഷിംഗ് റിട്ടേൺസ് സ്കെയിൽ. ഇവിടെ എന്താ അവർ പറയുന്നത്? നോൺ ഡിക്രീസിംഗ്, അല്ലെ? നോൺ ഡിക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ CRSO, അതുപോലെ എന്താണ്? DRSO ആകാം, IRS ആകാൻ പാടില്ല. ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ ആകാൻ പാടില്ല. ആൻഡ് ഫേംസ് ഹാവ് നോൺ ഡിക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ മീൻസ് നോ നാച്ചുറൽ മൊണോപ്പൊളീസ്. അവിടെ ഫേംസിന് എന്ത്? നാച്ചുറൽ മൊണോപ്പൊളി ഉണ്ടാകാൻ പാടില്ല. നാച്ചുറൽ മൊണോപ്പൊളി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഫേംസിന്റെ ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഐസോകോണ്ട് ആണ്. ഐസോകോണ്ട് നമുക്കറിയാമല്ലോ കോൺവെക്സ് അല്ലേ? കോൺവെക്സ് ആണ്. അതിന് കാരണം എന്താണ്? നോൺ ഡിക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ ആണ്. ഒന്നുകിൽ കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിലോ ഡിമിനിഷിംഗ് റിട്ടേൺസ് സ്കെയിലോ ആണ്. കാരണം എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒന്ന് അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, രണ്ട് ഗുഡ്സ് അല്ലേ ഇവിടെ പറയുന്നത്, അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റൊന്ന്, അല്ലേ? ഏതെങ്കിലും ഒരു സാധനം അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ലേബറോ ക്യാപിറ്റലോ, ഇപ്പൊ ലേബറിന്റെ അളവ് കൂട്ടേണ്ടി വന്നാൽ ക്യാപിറ്റൽ അളവ് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ക്യാപിറ്റൽ അളവ് കൂട്ടേണ്ടി വന്നാൽ ലേബറിന്റെ അളവ് കുറയ്ക്കേണ്ടി വരും. കാരണം രണ്ടും കൂടി ഒരുമിച്ച് ഉൽപ്പാദിപ്പിച്ച ഒരു ഇൻക്രീസിംഗ് റിട്ടേൺസിലേക്ക് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ എന്താണ്? ഐസോകോണ്ട് കോൺവെക്സ് ഷേപ്പിലാണ്. ഐസോകോണ്ട് എന്താണ്? കോൺവെക്സ് ഷേപ്പിലാണ്. അതുപോലെ ഇൻഡിഫറൻസ് കർവ്, ഹൗസ് ഹോൾഡ്സിനെ സംബന്ധിച്ച് ഇൻഡിഫറൻസ് കർവിനും കോൺവെക്സിറ്റി ഉണ്ട്. ഈ കോൺവെക്സിറ്റി എക്സിസ്റ്റ് ചെയ്യണം
എന്നാൽ മാത്രമേ നമുക്ക് ജനറൽ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഈ ഓരോ മാർക്കറ്റിലും ഹൗസ് ഹോൾഡ്സും ഫേംസും ഉള്ള ഓരോ മാർക്കറ്റിലും അവിടെ എന്ത് വേണം? അവർക്ക് കോൺവെക്സിറ്റി ഉണ്ടാകണം. ദാറ്റ് മീൻസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻഡിഫറൻസ് കർവും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഐസോകോണ്ടും ഉണ്ടാകണം. ഇതാണ് ഒരു കണ്ടീഷനായിട്ട് പറയുന്നത്. ഓക്കെ, എക്സിസ്റ്റൻസിന്റെ ഒരു കണ്ടീഷൻ. രണ്ടാമത് നോക്ക്, കണ്ടിന്യൂറ്റി. പിന്നെന്ത് വേണം? ജനറൽ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ കോൺവെക്സിറ്റിയോടൊപ്പം എന്ത് വേണം? കണ്ടിന്യൂറ്റി വേണം. എന്താണ് കണ്ടിന്യൂറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Small changes in price result in small changes in demand and supply. അവർ പറയാണ് കണ്ടിന്യൂറ്റി വേണം. സ്മോൾ ചേഞ്ചസ് ഇൻ പ്രൈസ് റിസൾട്ട്, പ്രൈസിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം അല്ലേ, റിസൾട്ട് ഇൻ സ്മോൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ എന്ത് ചെറിയ മാറ്റം മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് കണ്ടിന്യൂറ്റി. എങ്കിൽ അവിടെ എന്താണ്? തിരിച്ച് പെട്ടെന്ന് എന്തിനേയും ആ പഴയ സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ പ്രൈസിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ ഡിമാൻഡിലും സപ്ലൈയിലും അതേപോലുള്ള ചെറിയ മാറ്റമേ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാതെ പ്രൈസിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡും സപ്ലൈയും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് ചേഞ്ചസ് വരാൻ പാടില്ല. അവിടെ അതിന് കണ്ടിന്യൂറ്റി എന്ന് പറയാൻ പറ്റില്ല. കണ്ടിന്യൂറ്റി ഉണ്ടാകണമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രൈസിൽ ഉണ്ടാകുന്ന സ്മോൾ ചേഞ്ചസ് അതിൻ്റെ ഇഫക്ട്സ് ഡിമാൻഡിലും സപ്ലൈയിലും സ്മോൾ ആയിരിക്കണം. അതാണ് കണ്ടിന്യൂറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത് പറയുന്നത് വാൾറാസ് ലോ ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ അവർ പറയുന്നത് വാൾറാസ് ലോ എക്സിസ്റ്റ് ചെയ്യണം. വാൾറാസ് നമ്മൾ പഠിച്ചില്ലേ? അവിടെ നമ്മൾ പഠിച്ചതാണ് എന്ത്? ഇഫ് n-1 മാർക്കറ്റ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം ദ nth മാർക്കറ്റ് മസ്റ്റ് ആൾസോ ബി ഇൻ ഇക്വിലിബ്രിയം അല്ലേ? പഠിച്ചതല്ലേ? അവിടെ പ്രധാനപ്പെട്ട വാൾറാസ് റൂൾ ആണിത്. ഇഫ് n-1 മാർക്കറ്റ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം അല്ലെ, n മാർക്കറ്റുകൾ, മൊത്തം n മാർക്കറ്റ് ഉണ്ടെന്ന് കരുതുക. അതിൽ n-1 മാർക്കറ്റ്സ് ഇക്വിലിബ്രിയത്തിലായാൽ nth മാർക്കറ്റ് മസ്റ്റ് ആൾസോ ബി ഇൻ ഇക്വിലിബ്രിയം. അവസാനത്തെ മാർക്കറ്റ് എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. It ensures that total value of excess demand across the consumer is zero. അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ n-1 മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ n മാർക്കറ്റും ഇക്വിലിബ്രിയത്തിലാകുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് എൻഷേഴ്സ്, അവിടെ എന്തുറപ്പാക്കുന്നു? ടോട്ടൽ വാല്യൂ ഓഫ് എക്സസ് ഡിമാൻഡ് അക്രോസ് ദ കൺസ്യൂമർ ഈസ് സീറോ അല്ലെ? അല്ലെങ്കിൽ ഓരോ മാർക്കറ്റുകളിലെയും ഓരോ കൺസ്യൂമേഴ്സിനിടയിലെയും എക്സസ് ഡിമാൻഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അങ്ങനെ എന്താണ്? മാർക്കറ്റ് ക്ലിയർ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. വാൾറാസ് ലോ നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ഈ വാൾറാസ് ലോയും എക്സിസ്റ്റ് ചെയ്യണം, ഒരു കണ്ടീഷൻ ആയിട്ട് പറയുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്ന് കോൺവെക്സിറ്റി ഉണ്ടാകണം, മറ്റൊന്ന് കണ്ടിന്യൂറ്റി ഉണ്ടാകണം, മറ്റൊന്ന് വാൾറാസ് ലോ എക്സിസ്റ്റ് ചെയ്യണം. ഈ മൂന്നെണ്ണമാണ് ഏതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്? എക്സിസ്റ്റൻസിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നോക്കാം എക്സിസ്റ്റൻസ് ഓഫ് ജനറൽ ഇക്വിലിബ്രിയം. അതിന്റെ ഒരു ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ഗ്രാഫാണ്, നമുക്കറിയാവുന്ന ഗ്രാഫാണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് DD, അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് SS. രണ്ടും എന്തുകൊണ്ടാണ് ഈ സ്ലോപ്പിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് E ആണ് ഇവിടെ വന്നത് അല്ലെ? ഇക്വിലിബ്രിയം രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നു. അവിടെ ഇക്വിലിബ്രിയം പ്രൈസ് OP, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി OQ. ദാറ്റ് മീൻസ് മാർക്കറ്റ് ഈസ് ക്ലിയർഡ്, QD ഈസ് ഈക്വൽ ടു QS. ഇതുപോലെ ഇത് ഒരു മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ആണ്. ഇതുപോലെ എല്ലാ മാർക്കറ്റുകളും ഒരേ സമയത്ത് ക്ലിയർ ചെയ്യപ്പെട്ടാൽ അതിനെന്തെന്ന് പറയും? ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് എല്ലാ മാർക്കറ്റിലും ഇതേപോലെ ഡിമാൻഡും സപ്ലൈയും ഈക്വലായി ഇങ്ങനെ ക്ലിയർ ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? എക്സിസ്റ്റൻസ്. ഇതാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിക്കൊണ്ട് നിലനിൽക്കുന്ന പ്രൈസ് ക്വാണ്ടിറ്റി സിറ്റുവേഷൻ ആണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രൈസ് സെറ്റ് ഇല്ലേ? പ്രൈസ് ക്വാണ്ടിറ്റി സെറ്റ് ഉണ്ട്. ആ പ്രൈസ് ക്വാണ്ടിറ്റി സെറ്റിന്റെ പ്രത്യേകത എന്താണ്? ഈ പ്രൈസ് ക്വാണ്ടിറ്റി സെറ്റിന് ഇവിടെ മാർക്കറ്റ് ക്ലിയർ ചെയ്യപ്പെടുന്നു. കാരണം QD ഈസ് ഈക്വൽ ടു QS, ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ. ഇതാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?